ഏഴാം വ്യാകുല ജപം. പരിശുദ്ധ വ്യാകുല മാതാവേ, ഈശോയുടെ തിരുശരീര സംസ്കാരത്തിൽ തൻ്റെ വേർപാടുകൊണ്ടും കഠിന പീഡകൾ, മരണം, അതിയായവയുടെ സ്മരണയാലും അങ്ങനുഭവിച്ച അത്യധികമായ വ്യാകുലതയെ ഓർത്ത് ഞങ്ങൾ സഹതപിക്കുന്നു. അങ്ങേ മഹാക്ലേശത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും സർവേശ്വരനെ വിട്ട് പിരിയാതിരിപ്പാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അമ്മ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പ്രാർത്ഥന. കർത്താവേ, എന്റെ എളിയ ജീവിതം സഹോദരങ്ങൾക്ക് നിരന്തര സേവനമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകൾ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുദിനം ഞങ്ങൾക്ക് നേരിടുന്ന ദുഃഖ ദുരിതങ്ങളും വേദനകളും കാഴ്ചപ്പാടും ദൈവ തിരുമനസ്സിന് വിധേയമായി സഹിക്കുവാനും നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സമാധാനപൂർണമായി നയിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് സുഖവും മരണാസന്നർക്ക് ഭാഗ്യമരണവും നൽകണമേ എന്നും പാപത്തിന്റെ വഴിയിൽ ചരിക്കുന്നവരെ ഈശോയിൽ അടുപ്പിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.